വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ സ്പെറിക്കൽ മിറേഴ്സ്. അത് കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. അത് പല ഇമേജസ് ഫോം ചെയ്യും. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജസ് അത് രണ്ട് മിറേഴ്സും ഫോം ചെയ്യും. ആ മിറേഴ്സ് എങ്ങനെ ഇമേജസ് എവിടെയൊക്കെ വെച്ചാൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇമേജസ് ഫൗണ്ട് ബൈ സ്പെറിക്കൽ മിറേഴ്സ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൽ നമ്മളുടെ ഒബ്ജക്റ്റ് എവിടെയൊക്കെ വെച്ചാൽ എങ്ങനെയൊക്കെ അതിൻ്റെ ഇമേജസ് ഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വി ഹാവ് ടു ലേൺ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ്, ഇതാണ് ഒരു കോൺകേവ് മിറർ. ഈ കോൺകേവ് മിററിൽ ഒരു ഇൻഫിനിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റ് വീഴ്ത്തിയാൽ അത് എവിടെ വീഴും? നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു, സൺ ഈസ് അറ്റ് ഇൻഫിനിറ്റി അല്ലേ. സണ്ണിൽ നമ്മൾ ഈ മിറർ ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളൊരു സ്ക്രീനിൽ വീഴ്ത്തിയപ്പോൾ എന്ത് പറ്റി? ആ സണ്ണിൻ്റെ ഷാർപ്പ് ഇമേജ് ഒരിടത്ത് വീണു. എന്നിട്ട് ആ ലെങ്താണ് ഫോക്കൽ ലെങ്ത് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ദാറ്റ് മീൻസ് when an image is when the object is at infinity, the image will be formed at the focus. അതിൻ്റെ ഫോക്കസിലായിരിക്കും, പ്രിൻസിപ്പൽ ഫോക്കസിലായിരിക്കും അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുക. ഇതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് 25 സെൻറ്റിമീറ്റർ മാറിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് വീഴ്ത്തി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഫോംഡ് അറ്റ് ഫോക്കസ്. അപ്പോൾ ഇത് നമുക്ക് റേ ഡയഗ്രാം ഉപയോഗിച്ച് വരയ്ക്കണം. മനസ്സിലായോ? വരച്ച് കാണിക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരാറ്. റേ ഡയഗ്രാം ഓഫ് എ കോൺകേവ് മിറർ where the object is image formed by a concave mirror where the object is placed at infinity. നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ ആൻസർ ചെയ്യാം. ഇതും കൂടി പഠിപ്പിച്ചിട്ട് നമ്മൾ പല പൊസിഷൻസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെയൊക്കെ ഇമേജ് വീഴും എന്നുള്ളത് പഠിപ്പിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് വരാം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതിലേക്ക് വരാം. അപ്പോൾ നൗ യു സീ, ഞാൻ നേരത്തെ പറഞ്ഞ കോൺകേവ് മിറർ ഇങ്ങനെ, അതിൻ്റെ പോൾ ഇത്, ഫോക്കസ് ഇത്, സെൻറ്റർ ഓഫ് കർവേച്ചർ ഇത്. ദ ഇമേജ് ഈസ്, ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഫോർ എക്സാമ്പിൾ സൺ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ലൈറ്റ്, വളരെ ദൂരെ നിന്ന് വരുന്ന ലൈറ്റ്, ദാറ്റ് വിൽ ബി പാരലൽ ടു ദ റേ, വിൽ ബി പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഒരുപാട് റേസ് വരും സണ്ണിൽ നിന്ന്. ആ റേസ് എല്ലാം ഈ മിററിൽ വന്ന് വീഴുന്ന പാരലലായിട്ടായിരിക്കും, അല്ല ചരിഞ്ഞൊന്നും വരില്ല, കാരണം അത്രയും ദൂരെയാണ്. സോ ഇറ്റ് വിൽ ഫോൾ ഓൺലി പാരലൽ. ഇനി നമുക്ക് ഈ റേ എല്ലാം കൂടി വരയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാണെന്ന് അറിയാനായിട്ട് മിനിമം 3 ലൈൻ വേണം. 3 റേസ് അല്ലെങ്കിൽ 2 റേയോ 3 റേയോ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് യു ക്യാൻ ഫൈൻഡ് ഔട്ട് വെയർ ദ ഇമേജ് ഈസ് ഫോംഡ്. മിനിമം 2 or 3 വേണം നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇമേജ്, ഫോർ എക്സാമ്പിൾ ഇമേജ്, സപ്പോസ് ദ ഇമേജ് ഈസ് സൺ. അങ്ങനെ സണ്ണിൽ നിന്ന് പാരലൽ ലൈൻസ് വരുന്ന അല്ലെങ്കിൽ റേസ് വരുന്ന ഞാനിവിടെ വരച്ചേക്കാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് റേ ദാറ്റ് ഈസ് കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മളുടെ റൂൾ അനുസരിച്ച് വാട്ട് വിൽ ബി ദ റിഫ്ലക്റ്റഡ് റേ, കണ്ടീഷൻ ഓഫ് ദ റിഫ്ലക്റ്റഡ് റേ, ദ റിഫ്ലക്റ്റഡ് റേ വിൽ പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. അതാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്, റേ നമ്പർ 1. ഇത് റേ നമ്പർ 1 ആണ്, റിഫ്ലക്റ്റഡ് റേ നമ്പർ 1. ഇനി വേറൊരു റേ ഇതിന് താഴെ ദൂരെ നിന്ന് വരുന്ന ഇങ്ങനെ വരുന്നതായിട്ട് ചിന്തിക്കുക. എല്ലാ റേസും ഇങ്ങനെ പാരലായിട്ട് വരുന്നുണ്ട്, നമ്മൾ 2 ഇപ്പോൾ വരയ്ക്കുന്നുള്ളൂ. സോ ഇമാജിൻ ദാറ്റ് ദിസ് ഈസ് റേ നമ്പർ 2. 2 കംസ് ആൻഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ്. ഇത് പാരലാണ് പ്രിൻസിപ്പൽ ആക്സിസിന്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് ത്രൂ ദ ഫോക്കസ്. ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. സോ ഇമേജ് ഓഫ് ദ സൺ വിൽ ബി ഫോംഡ് ഹിയർ. വെരി സ്മോൾ ഇമേജ് വിൽ ബി ഫോംഡ് ഹിയർ. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ എന്തുമാത്രം അത് കാണാൻ പറ്റും എന്നുള്ളതിന് എനിക്ക് ഒരു സംശയമുണ്ട്. എങ്കിലും ഞാൻ ഈ മിറർ വെച്ചിട്ട് അങ്ങ് ദൂരെയുള്ള ഒരു തെങ്ങിൻ്റെ ഇമേജ് ഞാൻ ഫോം ചെയ്യിച്ചു തരാം. നിങ്ങളൊന്ന് നോക്കുക. ദൂരെയുള്ള ഒരു തെങ്ങിൻ്റെ ഇമേജ് ഞാൻ ഇവിടെ ഈ ഭിത്തിയിൽ ഞാൻ ഈ കോൺവെക്സ് മിറർ ഉപയോഗിച്ച്, ഈ കോൺകേവ് മിറർ ഉപയോഗിച്ച് ഞാനൊന്ന് വീഴ്ത്തുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്, എങ്കിലും യു സി. കണ്ട, നിങ്ങൾക്ക് ആ തെങ്ങിൻ്റെ തല കുത്തി നിൽക്കുന്നതായിട്ട്, അതായത് തെങ്ങ് തലതിരിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ്
നിങ്ങൾക്കൊക്കെ ഇപ്പോൾ കാണാൻ കഴിയുക. ഫോക്കസ് ചെയ്യണം കേട്ടോ. ഒക്കെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. സി ആ ജനലിൻ്റെ കമ്പികൾ ആദ്യം ഇതിങ്ങനെ കണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഫോക്കസ്ഡ്. തെങ്ങെല്ലാം തലകുത്തി നിൽക്കുന്നതായിട്ടാണ് അതിനകത്ത് കിട്ടുന്നത്. മനസ്സിലായോ? സോ ഇപ്പോൾ ഞാൻ കാണിച്ചത് അങ്ങ് സണ്ണിൻ്റെ ഒന്നുമില്ല, ഏകദേശം ഒരു സ്റ്റിച്ച് 50 മീറ്റർ ദൂരമുള്ള ഒരു തെങ്ങിൻ്റെ പടമാണ് നമുക്കിവിടെ ഇൻവേർട്ടഡ് ആയിട്ട് നമ്മൾ കാണിച്ചത്. അപ്പോൾ അതും ഫോം ചെയ്ത് എവിടെയാണ്? ഫോക്കസിലാണ്. 25 സെൻറ്റിമീറ്റേഴ്സ് അകലെയാണ്. ഈ മിററിൻ്റെ 25 സെൻറ്റിമീറ്റേഴ്സ് അകലെയാണ് അത് ഫോം ചെയ്തത്. അതെങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, സണ്ണിൻ്റെ കേസിൽ നമുക്കിങ്ങനെ പറയാം, ഓൾ ദ റേസ് ആർ കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി, അതിൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ ദിസ് ഫിഗർ യു ഹാവ് ടു ഡ്രോ. ഞാനിനി നമുക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മൾ കണ്ട തെങ്ങ്, ദൂരെയുള്ള തെങ്ങാണ്. അപ്പോൾ അതിൽ നിന്ന് 2 റേ അത് ഫോക്കസിലാണ് ഫോം ചെയ്തത്. നമ്മൾ തെങ്ങിങ്ങനെ തലകുത്തി നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. സോ ഹൗ ഇറ്റ് ഈസ് ഫോംഡ് ഐ വിൽ ഡിഫൈൻ. 2 റേ മാത്രമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. സോ മിനിമം 2 റേസ് വേണം. അപ്പോൾ ഈ ഒരു റേ, തെങ്ങിൻ്റെ ടോപ്പിൽ നിന്നൊരു റേ, ഇമാജിൻ ദാറ്റ് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദ ഫോക്കസ്. ദിസ് ഈസ് റേ നമ്പർ 1. ആൻഡ് ഫോക്കസിലൂടെ ഒരു റേ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ പാസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അതിന് പാരലലായിട്ട് ഈ ഫസ്റ്റ് റേ പോവും. ഇനി ഈ തെങ്ങിൻ്റെ ഇവിടെ നിന്ന് താഴെ നിന്നുള്ള ഒരു ഇമേജ്, താഴെ നിന്നുള്ള ഒരു ലൈറ്റ് റേ എല്ലായിടത്തും കൂടി വരുന്നുണ്ട്. താഴെ നിന്നുള്ളൊരു റേ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? വെൻ ഇറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ, അത് നോർമലാണ്. എനി ലൈൻ പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഫ്രം ദ മിറർ ഈസ് ദ നോർമൽ ഓഫ് ദ മിറർ അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഈ പോയിന്റിൽ മിററിൻ്റെ നോർമലാണിത്. ഇപ്പോൾ ഇതിങ്ങനെ മിററാണെങ്കിൽ ഇതിൻ്റെ ഇവിടുത്തെ ഈ പോയിന്റിൽ നോർമൽ വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഈ ആംഗിൾ 90 ആയിരിക്കും. ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ പോയിന്റിൽ വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. സോ വാട്ട് വിൽ ഹാപ്പൻ? ഓൾ ദ നോർമൽസ് വിൽ മീറ്റ് അറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ഈ മിററിൽ നിന്ന് ഏത് നോർമൽ വരച്ചാൽ, ഈ പോയിന്റിനെ നോർമൽ വരച്ചാൽ ഇതായിരിക്കും. ഇങ്ങനെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ അത് കടന്നു പോകും. ഈ പോയിന്റിൽ വരച്ചാലും അത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകും. അപ്പോൾ ഇവിടെ റേ എങ്ങനെയാണ് വരുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദ നോർമൽ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0. സോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് 0. സോ ഇറ്റ് വിൽ റീട്രേസ് ഇറ്റ്സ് പാത്ത്. ഇത് അങ്ങനെ ഈ ഇമേജ് കറക്റ്റ് ഫോക്കസിൽ വീഴും. ഇതാണ് അനദർ ഡയഗ്രാം. ഇറ്റ് ഈസ് നോട്ട് വെരി ഡിസ്റ്റൻറ്റ്, ബട്ട് ഡിസ്റ്റൻറ്റ് വെൻ കമ്പയർഡ് ടു ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ. ഈ ഫോക്കൽ ലെങ്ത് 25 സെൻറ്റിമീറ്ററും അത് 70 മീറ്ററും അകലെയാണ് ആ തെങ്ങ്. അപ്പോൾ 25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 70 മീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി വെരി വെരി സ്മോൾ, അല്ല 50 മീറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് നമുക്ക് വിചാരിക്കാം. വി അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ദ ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ദ ഫോക്കസ്. അതിൻ്റെ റേ ഡയഗ്രാമാണ് ഇത്. പക്ഷേ ഞാനിത് വെറുതെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഡയഗ്രാം മാത്രം വരച്ചാൽ മതി. ദിസ് വിൽ ബി ദ കറക്റ്റ് വൺ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യുക, ഇതൊന്ന് വരച്ചെടുക്കുക. ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. നമുക്കിങ്ങനെ പലയിടത്ത് ഒബ്ജക്റ്റ് വയ്ക്കണം. അതിൽ ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഇത് വരയ്ക്കുക. നിങ്ങൾക്ക് ഇത് കൂടുതൽ ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വരച്ച് പഠിച്ചോളൂ, ഇതും കൂടി നോക്കിക്കോളൂ. പക്ഷേ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് മാത്രം മതി നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചപ്പോൾ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി, അതെവിടെയാണ് വന്നു പറഞ്ഞത്? ഇറ്റ് ഈസ് ഫോംഡ് അറ്റ് ദ ഫോക്കസ്. ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ ഫോക്കസ്. ആ ഇമേജിന് കുറേ പ്രത്യേകതകളുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഇമേജ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ. ഒരു സ്ക്രീനിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഭിത്തിയിൽ പ്രൊജക്റ്റ് ചെയ്താണ് കാണിച്ചത്. സോ ദാറ്റ് വാൾ ഹാസ് ബിഹേവ്ഡ് ആസ് എ സ്ക്രീൻ. ദാറ്റ് സച്ച് ഇമേജസ് ആർ കോൾഡ്. നമുക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജസിനെ പറയുന്ന പേരാണ് റിയൽ ഇമേജ്. പിന്നെ എന്താണ് നിങ്ങൾ നേരത്തെ കണ്ടത്? നേരെ നിൽക്കുന്ന തെങ്ങിൻ്റെ ഇമേജ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? ഇങ്ങനെ നേരെ നിൽക്കുന്ന തെങ്ങിൻ്റെ ഇമേജ് നിങ്ങൾ തല കുത്തിയാണ് കണ്ടത്. സോ ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് ഇമേജ്.
ദെൻ വലിയൊരു തെങ്ങായിരുന്നു നിങ്ങൾ കണ്ടത്, വലിയ കുറേ ഓലയൊക്കെ ഉള്ളത്. പക്ഷേ നിങ്ങൾ കണ്ടത് എത്രയാണ്? ഇത് ഇത്രയുള്ള ചെറിയൊരു ഇമേജായിട്ടാണ്. സോ ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്. അപ്പോൾ കോൺകേവ് മിറർ, ഇമേജസ് ഫോംഡ് ബൈ സ്പെറിക്കൽ മിറേഴ്സ്, അതിൽ നമ്മൾ കോൺകേവ് മിററാണ് പഠിക്കുന്നത്. അത് ആദ്യത്തെ നമ്മൾ പഠിച്ചത് ഓബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി. ആ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് ഈസ് റിയൽ, ഇൻവേർട്ടഡ്, ഹൈലി ലൂമിനിഷ്ഡ്. അതായത് നിങ്ങൾ അത്രയും വലിയൊരു സണ്ണിൻ്റെ ഇമേജ് നിങ്ങളൊരു പോയിന്റിലാണ് കാണുന്നത്, അത് ലാസ്റ്റ് അവിടെ കത്തുപിടിക്കുകയും ചെയ്യും. നിങ്ങൾ കുറച്ചുകൂടി കുറേ നേരം ആ പേപ്പറിൽ ആ ഇമേജ് ഫോം ചെയ്യിച്ചാൽ ദാറ്റ് വിൽ ബേൺ. അതിൻ്റെ കാര്യം വെച്ചാൽ ലൈറ്റ് വീണിട്ടല്ല, അതിൽ നിന്ന് സണ്ണിൽ നിന്ന് വരുന്ന ഹീറ്റ് റേഡിയേഷൻസും റിഫ്ലക്റ്റ് ചെയ്യും മിറർ. അപ്പോൾ ആ ഹീറ്റ് റേഡിയേഷൻസൊക്കെ ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയും, അത് വന്ന് ഇവിടെ വന്ന് വീണിട്ട് അത് ചൂടായിട്ടാണ് അത് കത്തുന്നത്. അല്ല, ലൈറ്റ് വീണിട്ടല്ല അത് കത്തുന്നത്. ലെൻസ് കൊണ്ടൊക്കെ നമ്മൾ കൊണ്ട് പേപ്പർ കത്തിക്കുകയൊക്കെ ചെയ്തില്ലേ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ, അതേപോലെ. സോ ആ ഇമേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിയൽ, ഇൻവേർട്ടഡ്, ഹൈലി ഡിമിനിഷ്ഡ് ആൻഡ് ഫോംഡ് അറ്റ് ദ ഫോക്കസ്. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് പഠിക്കണം. ബി, ഓബ്ജക്റ്റ് placed between placed beyond the center of curvature C. അതായത് ഇതൊരു സ്പെറിക്കൽ മിററാണ്, അതതിൻ്റെ പോള്, ഇത് പ്രിൻസിപ്പൽ ആക്സിസ്, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇത് ഫോക്കസ്. ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ പുറകിലാണ് ഇമേജ് ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. സപ്പോസ് ഇതിൻ്റെ ഫോക്കസ് 25 സെൻറ്റിമീറ്ററും ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ 50 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഞാൻ 50 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട്, 50 സെൻറ്റിമീറ്ററിൽ നിന്ന് മാറ്റിയിട്ട്, ബട്ട് നോട്ട് അറ്റ് ഇൻഫിനിറ്റിയിലും അല്ല, ഞാൻ ആ ഒരു 60 സെൻറ്റിമീറ്ററിലോ 70 സെൻറ്റിമീറ്ററിലോ ഞാൻ ഈ ഒരു ഇമേജ്, ഈ ഒരു പേന വെക്കുകയാണ്. സോ ദിസ് വിൽ സെർവ് ആസ് ദ ഒബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് ഇത് വരയ്ക്കണം നമ്മളെപ്പോഴും. ഇവിടെ 3 കൺസിഡർ ചെയ്യുക. ഒന്ന്, ദിസ് ഈസ് ദ ഫസ്റ്റ് റേ. ആ ഒരു റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നതായിട്ട് ചിന്തിക്കുക. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. അതിങ്ങനെ ഇങ്ങോട്ട് പോരും. നൗ കൺസിഡർ അനദർ റേ ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇതാണ് പേനയാണ് ഞാനിങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ലൈറ്റ് എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്, പക്ഷെ നമുക്ക് 2-3 റേ വെച്ചിട്ട് പഠിച്ചാൽ മതി. അപ്പം ഞാൻ പേന ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ആ സൺലൈറ്റിൽ നിന്ന് ഒരു റേ ഇങ്ങനെ വന്നിട്ട് ഫോക്കസിൽ കൂടി പോകും. ഇനി വേറൊരു റേ, അനേക റേസ് ഉണ്ട്, അതിൽ ഒരു റേ ഇങ്ങനെയും പോകും. കാരണം ലൈറ്റ് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്കാറ്റർ ചെയ്ത് ഇങ്ങോട്ടും പോരും. സോ ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പോയാലുള്ള ഗുണം എന്താണ്? ഇറ്റ് വിൽ റീട്രേസ് ഇറ്റ്സ് പാത്ത്. അപ്പോൾ നമ്മൾ 2 റേ വരച്ചുള്ളൂ. ഇനി ഒരു റേ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദ പ്രിൻസിപ്പൽ ആക്സിസ്. അതും തിരിച്ചു വരികയാണ് ഇങ്ങനെ. ചുരുക്കി പറഞ്ഞാൽ ഈ ഹെഡിൽ നിന്ന് 2 റേയും ടെയിലിൽ നിന്ന് ഒരു റേയും വരച്ചായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ എവിടെയാണ് ഇതെല്ലാം കൂടി മീറ്റ് ചെയ്യണ പോയിൻ്റ്? ഇതാണ്. ഈ 2 റേയും കൂടി, 2 ഹെഡിൽ നിന്നുള്ള 2 റേയും കൂടി ഇവിടെ മീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ തലയുടെ ഈ ക്യാപ്പിൻ്റെ ഇമേജ് ഫോം ചെയ്യും. ഇവിടെയോ ആ പേനയുടെ അടിഭാഗത്തിൻ്റെ ഇമേജും ഫോം ചെയ്യും. സോ ദിസ് വിൽ സെർവ് ആസ് ദ ഇമേജ്. ഇവിടെ നിങ്ങളൊരു സ്ക്രീൻ വെച്ചാൽ, ഇത് 50 സെൻറ്റിമീറ്റർ റേഡിയസ് കർവേച്ചറുള്ള മിററാണ്. ഇതിൻ്റെ 10 സെൻറ്റിമീറ്റർ 60 സെൻറ്റിമീറ്ററിൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു ഇമേജ് ഇവിടെ ഒരു സ്ക്രീൻ വെക്കുകയാണ്. ദാറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്. അതിനുള്ളിൽ എവിടെയെങ്കിലും ആ പേനയുടെ ഇമേജ് തലകുത്തി വീഴും ഈ മിറർ കാരണം, കോൺകേവ് മിറർ കാരണം. സോ ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ഇൻ ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇൻഫിനിറ്റിയിലായിരുന്നപ്പോൾ ഫോക്കസിലാണ് ഫോം ചെയ്തത്. ഒബ്ജക്റ്റ് അടുത്തടുത്ത് വരികയാണ്, അപ്പോൾ ഇമേജ് ഇങ്ങനെ അകന്നകന്ന് പോവുകയാണ്. സോ ഇമേജ് ഈസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഒബ്ജക്റ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് ബിയോണ്ട് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി ഈ ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഇതുപോലെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേന ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇമേജ് ഇവിടെ ഫോം ചെയ്യിക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ റിയൽ ഇമേജ്. ദെൻ പേന നേരെയാണ് വെച്ചേക്കുന്നത്, അപ്പോൾ ഇമേജോ തലകുത്തിയാണ് നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻവേർട്ടഡ്. പേനയുടെ സൈസ് ഇതാണ്, പക്ഷേ ഇതിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്.
and where the image is formed, image is formed between C and F. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, object placed beyond C, object placed beyond C, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ് ഈ പടവും വരയ്ക്കുക. ഓക്കെ, now let us see the another case. Now let us see the third case. ഞാൻ ഒബ്ജക്റ്റ് ആദ്യം ഇൻഫിനിറ്റിയിലായിരുന്നു, പിന്നെ ബിയോണ്ട് സിയിലായിരുന്നു. ഇപ്പോൾ ഞാൻ അത് കൊണ്ടുവച്ചേക്കുന്ന ഇറ്റ് ഈസ് അറ്റ് സി. ഇതാണ് സി. ഇനി ഞാൻ ഒബ്ജക്റ്റ് കൊണ്ട് സിയിലാണ് വെച്ചേക്കുന്നത്. അതായത് ഈ മിററിൻ്റെ സി എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റേഴ്സാണ്. ഇത് 25 സെൻറ്റിമീറ്റേഴ്സ് ഫോക്കൽ ലെങ്തറിലാണ്. സോ സി വിൽ ബി 50. അപ്പോൾ കൃത്യം 50 സെൻറ്റിമീറ്ററിൽ ഞാൻ ഇതിങ്ങനെ ഇമേജ് ഒബ്ജക്റ്റ് കൊണ്ട് വയ്ക്കുകയാണ്, ഈ പേന കൊണ്ട് വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ദെൻ വേർ വിൽ ബി ദ ഇമേജ് ഫോംഡ്. അതിന് നമ്മൾ 2-3 റേസ് നമ്മൾ വരയ്ക്കണം. സി, അതിൽ ഫസ്റ്റ് റേസ് ദിസ് വൺ. അതിൻ്റെ ഹെഡിൽ നിന്ന് ആ പേനയുടെ ക്യാപ്പാണ് ഇവിടെ, നീല ക്യാപ്പ്. ഇങ്ങനെയാണ് ഞാൻ പേന വെച്ചേക്കുന്നത്. സോ അതിൽ നിന്ന് ഒരു റേ വന്ന് ഇറ്റ് ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതൊക്കെ ഇമാജിന് ഇവിടെ നിന്ന് ഒരുപാട് റേസ് വരുന്നുണ്ട് കേട്ടോ. ഞാനതിൽ 2-3 റേയെ വരയ്ക്കുന്നുള്ളൂ. ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ റേസ് പുറപ്പെട്ട് അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ വന്ന് എല്ലായിടത്തും വരും. പക്ഷേ നമ്മൾ ഇവിടെ 3 റേ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഫസ്റ്റ് റേ ഇതാണ്, ദാറ്റ് ഈസ് പാസിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. A ray passing parallel to the principal axis will pass through the focus. അപ്പോൾ അത് ഫോക്കസിലൂടെ കടന്നു. ഇതാണ് ഫോക്കസ്. ഓക്കെ, അതിങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഇതിലേക്ക് പോകുന്നു. ദിസ് ഇസ് ദ പാത്ത്. നൗ ഐ ആം ഡ്രോയിങ് സെക്കൻഡ് റേ. ഈ പേനയിൽ നിന്ന് ലൈറ്റ് റേസ് എല്ലായിടത്തോട്ടും പോകുന്നുണ്ട്. അതിൽ ഒരു റേ ഇങ്ങനെ പോകുന്നതായിട്ട് ചിന്തിക്കുക. ദാറ്റ് ഈസ് റേ ഈസ് പാസിങ് ത്രൂ ദ ഫോക്കസ്. A ray, light ray passing through the focus will get reflected parallel to the principal axis. അപ്പോൾ അത് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ താഴെ നിന്നും ഒരു റേ പോകുന്നതായിട്ട് ചിന്തിക്കുക. ദാറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്. അത് നോർമലാണ്, പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. സോ ഇറ്റ് വിൽ നോർമൽ ആയതുകൊണ്ട് ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ബാക്ക്. അപ്പോൾ ഇവിടെയാണ് ആ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇമേജ് ഈസ് ഫോംഡ് എക്സാക്ട്ലി അറ്റ് സി. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ലൈറ്റ് റേ ഈ 50 സെൻറ്റിമീറ്ററിനകത്ത് ഞാൻ പേന വെച്ച് കഴിഞ്ഞാൽ ആ പേനയുടെ ഇമേജ്, ഞാനിങ്ങനെ നേരെയാണ് പേന വെച്ചേക്കുന്നത്, ആ പേനയുടെ ഇമേജ് ഇവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ, ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീനും കൂടി വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് 50 സെൻറ്റിമീറ്ററിലാണ് ഞാൻ വെക്കുന്നത്. അതായത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് ഞാൻ വെക്കുന്നതെങ്കിൽ കറക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെ ആ അതേ പേനയുടെ അതേ വലുപ്പത്തിൽ ഒരു ഇമേജ് എനിക്ക് ഫോം ചെയ്യാൻ പറ്റും ഓൺ ദ സ്ക്രീൻ. സോ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് ഇമേജ്? ഇറ്റ് ക്യാൻ ബി ഫോംഡ് ഓൺ ദ സ്ക്രീൻ. സോ ഇറ്റ് ഈസ് റിയൽ. ദെൻ ഇറ്റ് ഈസ് ഇൻവേർട്ടഡ്. ദെൻ വാട്ട് അബൌട്ട് ദ സൈസ്? ഡിമിനിഷ്ഡും അല്ല മാഗ്നിഫൈഡും അല്ല. ഇറ്റ് ഈസ് ഓഫ് സെയിം സൈസ്. And where the image is formed at C. അപ്പോൾ നിങ്ങൾ അതിനെപ്പോഴും ഓർമ്മ വയ്ക്കാൻ ഒരു എളുപ്പമാർഗം പറയും. ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാൻ അടുത്തോട്ട് കൊണ്ടുവരികയാണ്. അടുത്തോട്ട് കൊണ്ടുവന്ന് സിക്ക് ഇപ്പുറം വന്നപ്പോൾ ഇൻഫിനിറ്റിയിലായിരുന്നപ്പോൾ ഫോക്കസിൽ വീണ് അടുത്തോട്ട് കൊണ്ടുവരും തോറും ഇമേജ് ഇങ്ങനെ പുറകോട്ട് വരികയാണ്. ഈ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഞാൻ സിയിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്ത് പറ്റി? ഇമേജും സിയിൽ ഫോം ചെയ്തു. ഡിമിനിഷ്ഡ് ഇമേജ് ആദ്യം ഹൈലി ഡിമിനിഷ്ഡ് ആയിരുന്നു, ഇവിടെ ഡിമിനിഷ്ഡ് ആണ്, ഇവിടെ സെയിം സൈസായി. ഇനി ഞാൻ ഈ ഇമേജ് മുന്നോട്ട് കൊണ്ടുപോകും തോറും ഇവിടെ ഞാൻ ഈ ഒബ്ജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകും തോറും ഇമേജ് പുറകോട്ട് വരും. നൗ ലെറ്റ് us find out what is the third position. Third position is object placed at C. ഇനി in between C and F, in between F, between P and F, ഇങ്ങനെ 3 എണ്ണവും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് വരച്ചെടുക്കുക, ഇത് നോക്കുക പ്രോപ്പർട്ടി. ഓക്കെ, പഠിക്കാൻ പോകുന്ന 4ാമത്തെ കേസാണ് ഓബ്ജക്റ്റ് പ്ലേസ്ഡ് between C and F. Object is placed between C and F.
എന്ന് വെച്ചാൽ ഈ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് 25 സെൻറ്റിമീറ്ററും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ദൂരം 50 സെൻറ്റിമീറ്ററാണ്. ഐ ആം പ്ലേസിങ് ആൻ ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ് മീൻസ് 25-നും 50-നും ഇടയ്ക്ക്, അതായത് ഇവിടെ നിന്ന് ഏകദേശം 30 സെൻറ്റിമീറ്റർ മാറി ഞാൻ വെക്കുകയാണ്. സോ ഇറ്റ് വിൽ ബി ദ പോയിൻ്റ് ഓഫ് വേർ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് വിൽ ബി ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പോൾ എങ്ങനെ ഇമേജ് വരുമെന്ന് നോക്കാം. സി, ഇതാണ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഇങ്ങനെ ഞാൻ വെച്ചേക്കാണ്. ഇതാ മിററാണെന്ന് വിചാരിക്കും. സോ നമ്മൾ 2 ലൈറ്റ് റേ കൺസിഡർ ചെയ്യുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് ലൈറ്റ് റേ. 1 light ray passing parallel to the principal axis. So any light ray passing through the principal axis will get reflected through the focus. So this is the focus. അപ്പോൾ ഫോക്കസിലൂടെ കടന്നു പോകും. ഓക്കെ, അതിങ്ങോട്ട് വന്നു. ഇനി വേറൊരു റേ ഞാൻ ഫോക്കസിലൂടെ കടത്തി വിടുകയാണ്. കഴിഞ്ഞ കേസിലും അങ്ങനെയാണ്. ഒരു റേ പാരലലായിട്ട് വിട്ടു, ഒരെണ്ണം ഫോക്കസിലൂടെ വിട്ടു. സോ ദാറ്റ് വിൽ get reflected back parallel to the principal axis. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ഇതിൻ്റെ ഈ പാർട്ടിൻ്റെ ഇമേജ് വരിക. ദെൻ അനദർ റേ ഓഫ് ലൈറ്റ് പാസിങ് ത്രൂ ദിസ്, ഇറ്റ് ഈസ് റിട്ടേണിങ് ബാക്ക്. അപ്പോൾ ഇവിടുത്തെ ഇമേജും വന്നു. സോ ദിസ് വിൽ ബി ദ ഇമേജ്. എവിടെയാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്? ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് സിയുടെ അപ്പുറത്തേക്കാണ്. അതായത് ഞാൻ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 25-ഉം സെൻറ്റർ ഓഫ് കർവേച്ചർ 50 സെൻറ്റിമീറ്ററാണ്. ഞാനിതൊരു 40 സെൻറ്റിമീറ്ററിലോ 35 സെൻറ്റിമീറ്ററിലോ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമേജ് കിട്ടണമെങ്കിൽ ഞാൻ സ്ക്രീൻ ഒരു 60 സെൻറ്റിമീറ്ററിൽ വെക്കണം. ബിയോണ്ട് സി, 50-നപ്പുറത്തേക്ക് വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഇമേജ് കിട്ടുള്ളൂ. അപ്പോൾ ഇമേജ് എന്തായാലും ഫോം ചെയ്യും. ഇറ്റ് ക്യാൻ ബി ഫോംഡ് ഓൺ എ സ്ക്രീൻ. സോ അതിൻ്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ ഇറ്റ് വിൽ ബി റിയൽ പ്ലേസ്ഡ് ബിറ്റ്വീൻ C and F. See, this is a real image because it can be formed on the screen. Then it is inverted. Inverted ആണ്. Okay. Now, what about the size? ഇത്രയുള്ള പേനയായിരുന്നു, അതാണ് വരച്ചപ്പോൾ അതിലും വലിയൊരു ഇമേജാണ് ഫോം ചെയ്തത്. So, magnified image. The image is magnified. And image is formed where? Beyond C. Formed beyond. ഇത് ഓർത്തിരിക്കേണ്ടത് എളുപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ദൂരെയാണ്, ഇൻഫിനിറ്റിയിലായിരുന്നപ്പോൾ ഫോക്കസിൽ വന്നു. ഇമേജ് അടുക്കും തോറും ഇമേജ് ഫോക്കസിൽ നിന്ന് പുറകിലോട്ട് വരും. ബിയോണ്ട് സി ഞാൻ വെക്കുമ്പോൾ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിയിൽ വെക്കുമ്പോൾ സിയിൽ തന്നെ. ഞാൻ സിക്കും എഫിനും വെച്ചപ്പോഴത്തേക്ക് ഇമേജ് പുറകിലോട്ട് പോയി. ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് സി. അപ്പോൾ ഈ കേസും നമ്മൾ പഠിച്ചു. 4 ഒബ്ജക്റ്റ്. നാലാമത്തേത് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇനി 2 എണ്ണം കൂടി പഠിക്കണം. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഫോക്കസ്. ദെൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ബിയോണ്ട് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ. ഇത് 2 കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇത് തീർന്നു. ഓക്കെ, ഇതൊന്ന് വരച്ച് എഴുതിയെടുക്കുക. ഇത് now let us see the 5th case, that is object placed at F. ഫോക്കസിൽ വെച്ചു എന്ന് പറഞ്ഞാൽ സപ്പോസ് this is a concave mirror of focal length 25 centimeters. ഞാൻ കൃത്യം ആ 25 സെൻറ്റിമീറ്റേഴ്സ് അകലെ ഞാൻ ഈ ഇതിൻ്റെ ആ ഒബ്ജക്റ്റ് വയ്ക്കുകയാണ്. ഐ എം പ്ലേസിങ് ദിസ് പെൻ. നൗ വേർ വിൽ ബി ദ ഇമേജ് ഫോംഡ്? നോക്കാം. നമുക്ക് സ്ക്രീൻ എവിടെ വെച്ചാൽ ഇതിൻ്റെ ഇമേജ് കാണുമെന്ന് നോക്കാം. സോ ദിസ് ഈസ് ദ ഒബ്ജക്റ്റ്. ഇതാണ് ഒബ്ജക്റ്റ്. ഞാനിങ്ങനെ വയ്ക്കുകയാണ്. നൗ ഒരു റേ, നമുക്കൊരു റേ, ആദ്യത്തെ റേ എടുക്കാം. സപ്പോസ് ഫസ്റ്റ് റേ. ഇവിടെ നിന്നെല്ലാം ലൈറ്റ് റേസ് ഇങ്ങനെ വരികയാണ്, ഇതിനകത്തോട്ട് വീഴുകയാണ്. അതായത് ഞാൻ ഇത് വയ്ക്കുമ്പോൾ, ഈ പേന ഇങ്ങനെ ഒബ്ജക്റ്റായിട്ട് വയ്ക്കുമ്പോൾ ആ ജനലിൽ കൂടി അവിടെ നിന്ന് എല്ലാ ഡയറക്ഷനിലും റേ വരുന്നുണ്ട്. നമ്മളതിൽ 2 റേ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെ 3 റേ. സി, അതിൽ ഫസ്റ്റ് റേ ഇതാണ് നീന്തിക്കുക. ഇവിടെ നിന്ന് എവിടുന്നോ വരുന്നൊരു റേ ഇങ്ങനെ വന്ന് ഇവിടെ തട്ടി ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത്, സിൻസ് ഇറ്റ് ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. നൗ കൺസിഡർ ദ സെക്കൻഡ് റേ വിച്ച് ഈസ് കമ്മിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇവിടെ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റ് ബീം
എല്ലായിടത്തു നിന്നും ലൈറ്റ് ബീം വരുന്നുണ്ട്. അതിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പോകുന്ന ഒരു ലൈറ്റ് ബീം ഇവിടെ ഇതിൽ തട്ടി പതിയെ ഇങ്ങനെ പോവുകയാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പോകുന്ന എല്ലാ റേയും ഇറ്റ് വിൽ റീട്രേസ് ഇറ്റ്സ് ഒറിജിനൽ പാത്ത് ബിക്കോസ് ഈ ലൈൻ ഈസ് ദ നോർമൽ ഓഫ് ദിസ് പോയിന്റ് ഓഫ് ദ മിറർ. ഈ പോയിന്റിലെ നോർമലാണ് ഈ വര. അതുകൊണ്ട് ഈ വരയിലൂടെ പോകുന്ന എല്ലാ ലൈനും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0. സോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി 0. സോ ഇറ്റ് വിൽ റീട്രേസ് ഇറ്റ്സ് പാത്ത്. അപ്പോൾ രണ്ട് റേയും ഇങ്ങനെ അങ്ങോട്ട് പോകും വിച്ച് ആർ മ്യൂച്വലി പാരലൽ. അപ്പോൾ എവിടെ ഇമേജ് ഫോം ചെയ്യും? ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. എങ്ങും ഫോം ചെയ്യില്ല, അങ്ങും ദൂരെ അങ്ങ് ഫോം ചെയ്യും. ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 25 സെൻറ്റിമീറ്ററാണ്. കൃത്യം 25 സെൻറ്റിമീറ്ററിൽ ഈ പേനയുടെ ഇമേജ് ഫോം ചെയ്താൽ നിങ്ങൾ എവിടെ സ്ക്രീൻ കൊണ്ട് വെച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല. യു ഹാവ് ടു മൂവ് ആൻഡ് മൂവ്. യു ഹാവ് ടു മൂവ് സംവെയർ മീറ്റേഴ്സ്, 100 മീറ്റേഴ്സ് 200 മീറ്റേഴ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇമേജ് കിട്ടുക. ദാറ്റ് വിൽ ബി പാരലൽ. ദാറ്റ് ഈസ് ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെ എഴുതാം? ബിറ്റ്വീൻ ഇമേജ് പ്ലേസ്ഡ് അറ്റ് F1 ഇൻഫിനിറ്റിയിലൊരു സ്ക്രീൻ വെച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? ഈ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് F1 റിയൽ. റിയൽ മീൻസ് അറ്റ് ഇൻഫിനിറ്റി യു ക്യാൻ സീ ഇറ്റ്. സോ ഇറ്റ് ഈസ് റിയൽ. നൗ 2 see, ഇത് തമ്മിൽ എന്തെങ്കിലും കൂട്ടിമുട്ടിയാൽ ഇതായിരിക്കും തലയുടെ ഭാഗം വരുന്നത് അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയാൽ തലയുടെ ഭാഗം വരും. ഇത് അതിൻ്റെ ടോപ്പിൻ്റെ ഒബ്ജക്റ്റിൻ്റെ താഴെയായിട്ട് വരും. സോ ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് സപ്പോസ് ഇൻഫിനിറ്റി ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു വലിയ ഇമേജ് കിട്ടിയാൽ ദിസ് വിൽ ബി ദ ഹെഡ് ആൻഡ് ദിസ് വിൽ ബി ദ ടെയിൽ അല്ലേ? അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് ഈസ് ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ്. ആൻഡ് തേർഡ് പ്രോപ്പർട്ടി വാട്ട് ഈസ്? എന്തുമാത്രം മാഗ്നിഫൈഡ് ആണ്? ഇറ്റ് ഈസ് ഹൈലി മാഗ്നിഫൈഡ്. ഇൻഫിനിറ്റിയിൽ വളരെ വലിയൊരു ഇമേജ് ആയിരിക്കും. ഈ പേനയുടെ വലിയൊരു ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. കുറേ ദൂരെ മാറി. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ബി ലാർജ്ലി ഹൈലി മാഗ്നിഫൈഡ്. And where is the image formed? At infinity. Formed at image formed at infinity. ഒന്നുകൂടി പറയാം. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 25 സെൻറ്റിമീറ്റർ ആണ്. 25 സെൻറ്റിമീറ്റർ അകലെ ഞാൻ ഈ പേന വെച്ച് കഴിഞ്ഞാൽ പേനയുടെ ഇമേജ് വിൽ ബി ഫോംഡ് വെരി ഫാർ അവേ. ആൻഡ് ദ പ്രോപ്പർട്ടി ഇറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺ എ സ്ക്രീൻ. ഇൻഫിനിറ്റിയിൽ നിങ്ങളൊരു സ്ക്രീൻ വെച്ചാൽ കിട്ടും. ഇൻഫിനിറ്റിയിൽ നിന്ന് നേരത്തെ നമ്മൾ ഉദ്ദേശം എന്താണ്? 50 മീറ്റർ അകലെ മാറി ഇൻഫിനിറ്റി ആയിട്ടാണ് നമ്മൾ എടുത്തത്. സിമിലർ ഈസ് ദ കേസ്. ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്താണ്? യു ക്യാൻ പ്രൊജക്റ്റ് ഇറ്റ് ഓൺ എ സ്ക്രീൻ. സോ ദാറ്റ് ഈസ് റിയൽ. ദെൻ ഇറ്റ് വിൽ ബി ഇൻവേർട്ടഡ്. ഈ രണ്ട് ലൈനും കൂടി എവിടെയെങ്കിലും മീറ്റ് ചെയ്യുമെങ്കിൽ അത് വന്ന് അതിൻ്റെ ഹെഡായിട്ട് വരും. സോ ദാറ്റ് വിൽ ബി ഇൻവേർട്ടഡ്. ഇതാണ് ടെയിലിലൂടെ പാസ് ചെയ്യുന്ന റേ. അപ്പോൾ അതിവിടെ വരുമ്പോൾ ഇത് ടെയിലും ഇത് ഹെഡുമായിട്ട് വരും. സോ ദാറ്റ് വിൽ ബി ഇൻവേർട്ടഡ്. ആൻഡ് sorry, what will be the position? It will be formed at infinity and it will be highly magnified. So these are the properties of this case, object placed at F. ഇനി നമുക്കൊരു കേസും കൂടി ഇന്ന് പഠിക്കണം. ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ. അതും കൂടി പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നടത്താം. ഓക്കെ, നൗ നോട്ട് ഡൗൺ. Now let us see the sixth case and the last case. 6. Object placed beyond object placed between F and P. Placed between F and
പി. ഇതാണ് നമ്മൾ അടുത്ത കേസ് നോക്കുന്നത്. ഇവിടെ ഞാൻ പേന വെച്ചേക്കുന്നത് ഇവിടെയാണ്, ബിയോണ്ട് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി. അതായത് 25 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഫോക്കസ് എങ്കിൽ ആ 25 സെൻറ്റിമീറ്ററിൽ 10 സെൻറ്റിമീറ്ററിലേക്ക് കൊണ്ട് ഞാനിങ്ങനെ വയ്ക്കുകയാണ്. നൗ ലെറ്റ് us see how the image is formed. See, this is the object. ഇതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ദിസ് ഈസ് പി. ഇതിൽ നിന്ന് നമ്മളൊരു റേ വരയ്ക്കുക. ഇവിടുന്ന് ലൈറ്റ് വരുന്നു, അതിൽ 2 റേ അല്ലെങ്കിൽ 3 റേ നമുക്ക് എടുക്കാം. സി, ദിസ് ഈസ് ദ ഫസ്റ്റ് റേ. That ray is parallel to the principal axis and it will reflect through the focus. Now take another ray which is coming through the center of curvature. See, ഇതിൽ തട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ദാറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവുകയാണ്, ഇതിങ്ങനെ അകന്നു പോവുകയാണ്. ആ 2 റേയും ഇങ്ങനെ അകന്നു പോകും. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇമേജ് വിൽ ബി ഫോംഡ് ഇൻ നോവർ. ഏത് സ്ക്രീനിൽ നമുക്കൊരിക്കലും വീഴ്ത്താൻ പറ്റില്ല. കാരണം ഇത് 2 കൂടി കൂട്ടിമുട്ടിയാലാണ്, ഈ 2 റേയും കൂടി കൂട്ടിമുട്ടിയാൽ മാത്രമേ ഈ ഹെഡിൻ്റെ ഇമേജ് ഫോം ചെയ്യുള്ളൂ. അതിനു മുമ്പ് നമ്മൾ പഠിച്ചതെല്ലാം അങ്ങനെയല്ലേ, ഇവിടുന്ന് 2 റേ വരച്ച് ആ 2 റേയും കൂടി കൂട്ടിമുട്ടുന്നിടത്ത് നമ്മളുടെ ഹെഡ് വരുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ഡൈവേർജിങ്. ബാക്കി എല്ലാ കേസിലും ഒരു പോയിന്റിൽ നിന്ന് കൺവേർജ് ചെയ്യുമായിരുന്നു, പക്ഷേ ഇത് ഡൈവേർജ് ചെയ്തു. സോ യു കനോട്ട് ഫോം ആൻ ഇമേജ് ഓൺ എ സ്ക്രീൻ. സോ ഇമേജ് ഒട്ടും കാണാൻ പാടില്ല എന്നല്ല അർത്ഥം. ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ 2 ലൈറ്റ് റേ, ഇവിടെയാണ് നമ്മളുടെ കണ്ണിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നം? അത് നേരെ വരുന്നതായിട്ട് അതിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ധരിക്കുന്ന എവിടെ നിന്ന് വരുന്നതായിട്ടാണ്? ഇറ്റ് ഈസ് കമ്മിങ്, ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് വരികയാണ്. അപ്പോൾ അത് വരുന്നത് ഒരു പോയിന്റിൽ നിന്നാണെന്ന് അതിന് കണ്ണിന് തോന്നുകയാണ്. ദാറ്റ് ഈസ് ഹൗ ദ ബ്രെയിൻ ഫീൽസ്. ബ്രെയിൻ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് വരുന്നതായിട്ട് തോന്നും. സോ ഇവിടുത്തെ റേയോ, ഇവിടുത്തെ റേയും ഈ കണ്ണിൽ വന്ന് വീഴുകയാണ്. സോ ഇറ്റ് അപ്പിയേഴ്സ് ടു കം ഫ്രം ഹിയർ. ചുരുക്കി പറഞ്ഞാൽ ആൻ ഇമേജ്, വി വിൽ ഫീൽ ദാറ്റ് ദ ഒബ്ജക്റ്റ്, അതിൻ്റെ ഇമേജ് ഇവിടെ നിന്ന് വരുന്നതായിട്ട് തോന്നും. സോ ഇമേജ് വിൽ ബി ഫൗണ്ട് ബിഹൈൻഡ് ദ മിറർ. അത് വെറുതെ തോന്നലാണ്. അതൊരു സ്ക്രീനിൽ നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ വെച്ചാലൊന്നും കിട്ടുകയൊന്നുമില്ല. സോ സച്ച് ഇമേജസ് ആർ കോൾഡ് വെർച്വൽ ഇമേജ്. ആൻഡ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഇമേജ്? പേന ഇങ്ങനെ വെച്ചു, ഇമേജും നേരെ തന്നെയാണ്. സോ സെക്കൻഡ് തിങ് ഈസ് ഇറക്റ്റ് ഇമേജാണ്, ഇൻവേർട്ടഡ് അല്ല, ഇറക്റ്റ് ഇമേജ്. ദെൻ തേർഡ് പ്രോപ്പർട്ടി, വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് മാഗ്നിഫൈഡ്. Magnified. Then 4, where the image is formed? Behind the mirror. So this is the property. ഇത് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളുടെയൊക്കെ വീടുകളിൽ, നിങ്ങളുടെ വീട്ടിലെ പ്രായമുള്ളവർ, ഷേവ് ചെയ്യുന്നവരൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന, അത് വേണമെന്നൊന്നുമില്ല കേട്ടോ, അത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ വളരെ ക്ലോസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് there is a mirror called shaving mirror. ഇതൊക്കെ അങ്ങനത്തെ ഷേവിങ് മിറേഴ്സായിട്ട് ഉപയോഗിക്കാം. നമ്മളിങ്ങനെ നമ്മുടെ മുഖം നോക്കി കഴിഞ്ഞാൽ വളരെ വലുതായിട്ട് കാണാം. ബിക്കോസ് ഐ ആം പ്ലേസിങ് മൈ ഫേസ് ഇൻ ബിറ്റ്വീൻ ദ ഫോക്ക്. 25 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 25 സെൻറ്റിമീറ്റർ അല്ലാതെ 10 സെൻറ്റിമീറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്. ഇപ്പോൾ എൻ്റെ ഫേസാണ് ഒബ്ജക്റ്റ് ഈ മിററിനെ സംബന്ധിച്ചിടത്തോളം. സോ ഐ ക്യാൻ സീ മൈ ഇമേജ് ബാക്ക് ഓഫ് ദ മിറർ എൻലാർജ്ഡ്. പക്ഷെ അതൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല. സോ ഷേവിങ് മിറേഴ്സ്. പിന്നെ ഡെൻറ്റിസ്റ്റുകളുടെ കയ്യിലൊരു മിറർ കണ്ടിട്ടില്ല, അവർ എന്തെങ്കിലും ആയുധമിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് പല്ലിലിട്ട് കുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ദേ യൂസ് എ മിറർ, ദാറ്റ് ഈസ് കോൺകേവ് മിറർ. അപ്പോൾ നിങ്ങളുടെ പല്ല് നോക്കിക്കഴിഞ്ഞാൽ വലിയ ആനയുടെ പല്ല് പോലെ ഇങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് ഈസ് വൈ ദേ ആർ യൂസിങ് ദാറ്റ് എൻലാർജ്ഡ് ഇമേജ്. അതിനൊക്കെ ആയിട്ടാണ് ഷേവിങ് മിറേഴ്സ് ഓഫ് ദ ഡെൻറ്റിസ്റ്റ്. ഇതൊക്കെയാണ് കോൺകേവ് മിറേഴ്സാണ്. there they use the principle this way. They will place the object between the focus and pole. അല്ലാതെ കണ്ട് ഡെൻറ്റിസ്റ്റ് കൊണ്ടുപോയിട്ട് കുറേ ദൂരെ മാറി പല്ല് നോക്കാൻ പോയൊക്കെ കാണാൻ പറ്റില്ല. അയാൾ വളരെ അടുപ്പിച്ച് തന്നെ കൊണ്ടുവയ്ക്കണം. ദാറ്റ് ഷുഡ് ബി ദ ഇമേജ് ഓഫ് ദ ടീത്ത് ഷുഡ് ബി ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ പോൾ. അതുപോലെ ഷേവ് ചെയ്യുമ്പോൾ വളരെ ദൂരെ മാറ്റി ഷേവ് ചെയ്യാനൊന്നും പറ്റില്ല. വി ഹാവ് ടു കീപ്പ് ഇറ്റ് വെരി ക്ലോസ്. ദെൻ ഓൺലി വി ക്യാൻ സീ
വാട്ട് ഈസ് സീ ദ ഫേസ് മാഗ്നിഫൈഡ്. അപ്പോൾ ഷേവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു രോമമൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതിനാണ് ഷേവിങ് മിറേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ 6 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇതും നിങ്ങൾ നോട്ട് ചെയ്തിടുക. ഇത് എല്ലാ പ്രാവശ്യവും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സോ ദീസ് 6 ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പല വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഇവിടെ ഏതെങ്കിലും ഒരു പൊസിഷൻ വയ്ക്കുമ്പോൾ ഹൗ ദ ഇമേജ് ഈസ് ഫോംഡ്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ലേൺ ഇറ്റ് തറോളി. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.